വളരെ പെട്ടെന്നൊരു ചപ്പാത്തി ഉണ്ടാക്കിയാലോ. ഒരു ഒരു കപ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുഴച്ചെടുക്കുക. അപ്പം കുറച്ച് കുഴയ്ക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ പോലെ ഇങ്ങനെ ബലം പിടിച്ചൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി. അപ്പം കുഴച്ചൊക്കെ കഴിയുമ്പോൾ കുറച്ച് ഒട്ടുന്ന പോലത്തെ രീതിയിലുള്ള മാവായിരിക്കും കിട്ടുക. ഒരു സ്പൂൺ എണ്ണയും കൂടി, എണ്ണയല്ല ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു മണിക്കൂറും ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇഷ്ടമില്ല, എണ്ണയൊന്നും ഓയിലൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു നനഞ്ഞ തുണി മേലെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീ ഹീറ്റ് ചെയ്യുക ചപ്പാത്തി മേക്കർ. അതിനുശേഷം ഉണ്ടയാക്കിയതിന് ശേഷം പൊടിയിൽ മുക്കിയതിന് ശേഷം ഈ ചപ്പാത്തി മേക്കറിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അപ്പോൾ അതാ ഇങ്ങനെ വരും. എന്നിട്ട് ഒരു സൈഡ് എന്ത് ചെയ്യുക, ചെറിയ കൊമള വന്നതിന് ശേഷം മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ മൂടി അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിയുമ്പം ഇത് കണ്ടോ, ഈ ചപ്പാത്തി മേക്കറിൽ നിന്ന് നല്ല പതുപതാന്ന് സോഫ്റ്റായ പൊന്തിയ ചപ്പാത്തി പുറത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റാണ്. നമ്മൾ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഉണക്ക ചപ്പാത്തി ഒന്നും ആയിരിക്കില്ല. നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയോ കടലക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും.